പ്രിയമുള്ളവരെ, ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാനല്ല ഞാനിത് പറയുന്നത്. ആർക്കും ആരെയും കൊല്ലാൻ ഇവിടെ അവകാശമില്ല. എന്നിട്ട് എന്തുകൊണ്ട് മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. നമ്മളെ ക്ഷമിക്കാനും സഹിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരോ സമൂഹമോ വിദ്യാഭ്യാസമോ നമ്മളെ പഠിപ്പിക്കുന്നില്ല. മുമ്പേ ഗമിക്കും ഗോവ് തൻ്റെ പിന്നാലെ ഗമിക്കും ഗോക്കളെല്ലാം എന്ന പോലെ അതുപോലെയാണ് സമൂഹത്തിൻ്റെ പോക്ക്. നമ്മുടെ പൂർവികർ കാമുകന്മാർ കൊന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരും അയലത്തുകാരും എല്ലാം കൊന്നും കൊലവിളിച്ചുമാണ് ജീവിച്ചു വരുന്നത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പണ്ട് പുരാതന കാലം മുതലേ, മനുഷ്യരാശിയുടെ ആരംഭം മുതലേ ഇതുതന്നെയാണ് സ്ഥിതി. എവിടെയും നോക്കിക്കോളൂ, ഇവിടെ കൊന്നൊടുക്കപ്പെടുന്നതും ബലാത്സംഗത്തിനിരയാകുന്നതും സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും കൂടുതലും. അതിന് കാരണം സ്ത്രീകളെന്നും കൊല്ലപ്പെടുന്നത് പരപുരുഷ ബന്ധം ആരോപിച്ചാണ്. എവിടെയെങ്കിലും പരസ്ത്രീ ഗമനം ആരോപിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊല്ലുന്നത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിൻ്റെ കാരണം പുരുഷ മേധാവിത്വം തന്നെയാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പുരുഷനേക്കാൾ വളരെയധികം ഉയർന്ന നിലവാരത്തിൽ പ്രകൃതി കരിഞ്ഞെറിയ വികാരാവേശം അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അല്പവികാരജീവിയായ പുരുഷൻ്റെ അടിമയായി ജീവിക്കണം. സ്ത്രീ പുരുഷ ഗമനം നടത്താൻ പാടില്ല. പക്ഷേ പുരുഷൻ്റെ അല്പവികാരം ശമിപ്പിക്കുന്നവന് അവൻ എവിടെ പോകാനും എവിടെയും വ്യഭിചരിക്കാൻ പോകുന്നതിനും വളരെ സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. ഇത്തരമൊരു വ്യവസ്ഥിതിയിലൂടെ ജീവിച്ചു വന്നതുകൊണ്ടാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കാമുകനെ കൊല്ലുമ്പോൾ അതൊരു വാർത്തയാകുന്നതും അതിനുവേണ്ടി ഇവിടെ പുരുഷ കമ്മീഷനും പുരുഷ അവകാശങ്ങളും പറഞ്ഞ് പുരുഷനിവിടെ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചോടുന്ന സമൂഹം ഇവിടെ ഉണ്ടാകുന്നതും രാഹുൽ ഈശ്വരന്മാർ അത്തരം സമൂഹത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നതും. പണ്ട് പൗരാണിക കാലം മുതലേ പുരുഷ മേധാവിത്വം പടുത്തുയർത്തിയ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഭർത്താവ് ഭരിക്കുന്നവനും ഭാര്യ ഭരിക്കപ്പെടുന്നവളുമെന്നാണ് സിദ്ധാന്തം. അതായത് ഭർത്താവ് യജമാനനും ഭാര്യ അടിമയായി ജീവിക്കുന്ന വ്യവസ്ഥിതി ഈ ആധുനിക കാലത്തും തുടരുന്നു. അതുകൊണ്ടാണ് പുരുഷന്മാർ എത്ര സ്ത്രീകളെ കൊല്ലുന്നതിനും ഇവിടെ ആർക്കും ഒരു നിലവിളിയുമില്ല. അവർക്ക് നാമമാത്രമായ ശിക്ഷയും ലഭിക്കും. പക്ഷേ ഒരു സ്ത്രീ ഒരു പുരുഷനെ കൊന്നുപോയാൽ അവൾക്ക് തൂക്കുകയറും കൊടുക്കുന്ന നിയമവ്യവസ്ഥത അതുകൊണ്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് കൊടുക്കുന്നതിന് അദ്ദേഹം രാഹുൽ ഈശ്വറിൻ്റെ വിചിത്രമായ ന്യായീകരണമെന്ന് കേൾക്കണം. അദ്ദേഹം നിലവിളിക്കുന്ന രീതിയിൽ അതൊന്ന് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ഷാരോൺ ഗ്രീഷ്മ കൊടുത്ത കഷായം കുടിച്ച് ആഴ്ചകളോളം അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം ദ്രവിച്ച് ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ച് മരിക്കുന്നുവെന്ന് രാഹുൽ ഈശ്വർ വർണ്ണിച്ച് പർവ്വതീകരിക്കുമ്പോൾ, രാഹുൽ ഈശ്വറെ, അങ്ങനെ ആ പയ്യൻ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉത്തരവാദി ആയ ഡോക്ടർമാർ അവരെ സസ്പെൻഡ് ചെയ്യുകയല്ല, ഡിസ്മിസ് ചെയ്യുകയുമല്ല, കാരാഗ്രഹത്തിലടയ്ക്കണം. കാരണം എത്ര മാരകമായ വേദനയും ശമിപ്പിക്കാനുള്ള ശമനാഔഷധങ്ങൾ ഈ രാജ്യത്ത് നിലവിലുണ്ടെന്നിരിക്കെ അദ്ദേഹത്തിന്, ഷാരോണിന് വേദന അനുഭവിക്കാതിരിക്കാൻ ശമനാഔഷധം നൽകിയില്ലെങ്കിൽ ആരാണ് കുറ്റക്കാർ? ആരാണ് കുറ്റക്കാരെന്ന് പറയണം. ആ ഡോക്ടർമാരെ വിടരുത്, അതാണ് പറയാനുള്ളത്. പിന്നെ രാഹുൽ ഈശ്വർ ഈ കിടന്ന് കുരയ്ക്കുന്നത്, രാഹുൽ ഈശ്വരും കൂട്ടുകാരുമൊക്കെ കുരയ്ക്കുമ്പോഴൊന്ന് ഓർക്കുക, KR മീര എന്ന ആ മഹാപ്രതിഭയുടെ ആരാച്ചാർ നോവലൊന്ന് വായിച്ചു നോക്കണം. നിങ്ങളുടെ പുരുഷ മേധാവിത്വം ഇവിടെ കൈയടക്കി വച്ചിരിക്കുന്ന ആരാച്ചാർ എന്ന പദവി നേടാൻ വേണ്ടി ഒരു പെൺകുട്ടി നടത്തുന്ന
പോരാട്ടത്തിൻ്റെ കഥയാണത്. പ്രണയത്തിൻ്റെയും വേദനയുടെയും ചതിയുടെയും സകലവിധ പുരുഷ മേധാവിത്വത്തിൻ്റെയും ആട്ടും തുപ്പും അടിമത്വവും അനുഭവിച്ച പെൺകുട്ടി ഒടുവിൽ ആ സ്വാതന്ത്ര്യം ആരാച്ചാർ പദവി നേടിയെടുത്ത് ആ നോവൽ അവസാനിക്കുമ്പോൾ ഇവിടെ പുരുഷാധിപത്യത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകർത്തെറിയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് അത്. അതുമാത്രമല്ല, ബംഗാളിൻ്റെയും ഭരണാധിപത്യങ്ങളുടെയും സകലവിധമായ ആ പുരാതന പൗരാണിക ചരിത്രങ്ങളടക്കം മിത്തുകളും മുത്തുമാലകൾ പോലെ കോർത്തിണക്കി KR മീര അവതരിപ്പിക്കുന്ന ആ മഹാസാഹിത്യമൊന്ന് വായിച്ച് മനസ്സിലാക്കാനും ആസ്വദിക്കാനുമുള്ള സെൻസിബിലിറ്റി രാഹുൽ ഈശ്വറിനും കൂട്ടർക്കും ഉണ്ടെങ്കിൽ KR മീര എന്ന മഹാപ്രതിഭയുടെ പാദം കഴുകുന്ന വെള്ളം കുടിക്കാൻ പോലും യോഗ്യതയില്ലാത്ത കൊടിച്ചിപ്പട്ടികളാണ് രാഹുൽ ഈശ്വറും കൂട്ടരുമെന്നും നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും. ഇല്ലെങ്കിൽ മനുഷ്യരല്ല നിങ്ങൾ. രാഹുൽ ഈശ്വറെ, ചന്തുമേനോൻ്റെ ഇന്ദുലേഖ മുതൽ ആരംഭിക്കുന്ന മലയാള നോവൽ സാഹിത്യം തകഴിയും SK പൊറ്റക്കാട്ടും കേശവദേവും ഉറൂവും കടന്ന് OV വിജയനും ആനന്ദും രാധാകൃഷ്ണനും കാക്കനാടനും കഴിഞ്ഞ് ബെന്യാമിലെത്തി നിൽക്കുമ്പോൾ മലയാള സാഹിത്യത്തിലെ ഈ കുലപതികൾ പോലും ആരാച്ചാരുടെ അക്ഷര സൗന്ദര്യത്തിന് മുന്നിൽ നട്ടല് വിളച്ച് ഓച്ചാനിച്ച് നിന്ന് പോവും. അതാണ് KR മീര. അതുപോലെ തന്നെയായിരുന്നു മലയാളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന മാധവിക്കുട്ടിയും. മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ എന്ന ആത്മകഥ കണ്ട് ലോകത്തെ സാഹിത്യ തമ്പ്രാക്കന്മാർ ഞെട്ടി. അവർ നെറ്റി ചുളിച്ചു. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിരുന്നു അത്. അതിനുശേഷം സ്ത്രീകൾ അവകാശ പ്രഖ്യാപനവുമായി സമരരംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ മാനങ്ങൾ കൈവന്നതും ഇന്നും സ്ത്രീകൾ ബോധവതികളായിക്കൊണ്ടിരിക്കുന്നതും അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ആ മാധവിക്കുട്ടിയെ ഈ പുരുഷ മേധാവിത്വം സ്നേഹിച്ച് വഞ്ചിച്ച് ചതിച്ചു കൊല്ലുകയായിരുന്നു. അതുപോലെ KR മീരയ്ക്കെതിരെ രാഹുൽ ഈശ്വറും കൂട്ടരും വാളെടുത്തോകുന്നു. ഞാനൊന്നെടുത്ത് പറയട്ടെ, ഈ മാധവിക്കുട്ടിയും അതുപോലെ KR മീരയുമൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അവരുടെ ശരീരങ്ങൾ മാത്രമേ ഈ ലോകത്തു നിന്ന് നഷ്ടപ്പെടുകയുള്ളൂ. അവരുടെ വാക്കുകളും ആശയങ്ങളും അക്ഷരങ്ങളും ഈ ലോകത്തിന് എന്നും വെളിച്ചം പകർന്നുകൊണ്ടേയിരിക്കും. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അവരുടെ വെളിച്ചം സ്ത്രീകളെ നയിച്ചുകൊണ്ടേയിരിക്കും. അതാണ് കാലം തെളിയിക്കുന്നത്. രാഹുൽ ഈശ്വറും ഈ കുടിച്ചിപ്പട്ടികളും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മൺപുറ്റുപോലെ ഒലിച്ചു പോകും. പക്ഷേ KR മീരയുടെയും മാധവിക്കുട്ടിയുടെയും ഒക്കെ സാഹിത്യം ഇവിടെ വിളങ്ങി നിൽക്കുന്നത് കണ്ട്, അതായത് ആകാശത്തിലെ അമ്പിളിമാമനെ കണ്ട് കുരയ്ക്കുന്നത് പോലെ മാത്രമേ രാഹുൽ ഈശ്വറും ഈ ചാവാലികളും KR മീരയുടെ മുന്നിൽ കുരയ്ക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല. രാഹുൽ ഈശ്വറെ.